കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ എരിത്രിയയിൽ കഴിഞ്ഞ 12 മാസത്തിനിടെ 218 ക്രൈസ്തവരെ അകാരണമായി അറസ്റ്റ് ചെയ്തതായി വെളിപ്പെടുത്തൽ. ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങൾ നിരീക്ഷിക്കുന്ന UK ആസ്ഥാനമായ റിലീസ് ഇന്റർനാഷണലിന്റെ ജൂലൈ 3 റിപ്പോർട്ടിലാണ് എരിത്രിയയിലെ ക്രൈസ്തവർ അനുഭവിക്കുന്ന കടുത്ത മതമർദ്ദനങ്ങളെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതും ക്രൈസ്തവ വിശ്വാസം പിന്തുടരുന്നതും വലിയ അപരാധമായി കരുതപ്പെടുകയാണ് ആഫ്രിക്കൻ രാജ്യമായ എരിത്രിയയിൽ. ക്രൈസ്തവർ തങ്ങളുടെ വിശ്വാസം കാത്തുസൂക്ഷിച്ചാൽ അനിശ്ചിതകാലത്തേക്ക് വിചാരണയോ കുറ്റപത്രമോ ഇല്ലാതെ തടവിലാക്കാമെന്ന സാഹചര്യമാണ് രാജ്യത്തിപ്പോൾ നിലനിൽക്കുന്നത്. ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ 110 ക്രിസ്ത്യാനികളെ പിടികൂടി തടങ്കലിലാക്കിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ക്രൈസ്തവ വിശ്വാസം മുറുകെ പിടിക്കുന്ന മാതാപിതാക്കളോടൊപ്പം പിഞ്ചുകുഞ്ഞുങ്ങളെയും തടവിലാക്കി മതമർദ്ദനത്തിന് വിധേയമാക്കുന്ന സാഹചര്യമാണ് എരിത്രിയൻ സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇത് അംഗീകരിക്കാനാവില്ലെന്നും എരിത്രിയൻ സർക്കാരിന്റെ മനുഷ്യത്വരഹിതമായ നടപടിയെ ശക്തമായി അപലപിക്കുകയാണെന്നും റിലീസ് ഇന്റർനാഷണലിന്റെ പ്രാദേശിക പങ്കാളി ഡോക്ടർ ബർഹാനെ അസ്മലാഷ് അഭിപ്രായപ്പെട്ടു. 30 വർഷത്തെ യുദ്ധത്തിനു ശേഷം 1993 എത്യോപ്യയിൽ നിന്ന് എരിത്രിയ എന്ന രാജ്യം സ്വതന്ത്രമായത്. സ്വാതന്ത്ര്യ സമര നേതാവ് ഇസയാസ് അഫ്വർക്കി രാജ്യം ഭരിച്ചപ്പോൾ തുടക്കത്തിൽ ജനാധിപത്യ ഭരണമായിരുന്നെങ്കിലും പിന്നീട് സ്വേച്ഛാധിപത്യമായി മാറി. 3 ക്രൈസ്തവ സഭകൾക്കാണ് എരിത്രിയയിൽ പ്രവർത്തനാനുമതിയുള്ളത്. കത്തോലിക്ക, ഇവാഞ്ചലിക്കൽ, ലൂഥറൻ ഓർത്തഡോക്സ് സഭാവിഭാഗങ്ങളുടേതല്ലാത്ത മുഴുവൻ ദേവാലയങ്ങളും 2002 എരിത്രിയൻ സർക്കാർ അടച്ചുപൂട്ടിയിരുന്നു. ഏതാണ്ട് 1000-ലധികം ക്രൈസ്തവർ യാതൊരു കാരണവും കൂടാതെ എരിത്രിയൻ ജയിലുകളിൽ കഴിയുന്നുണ്ടെന്നാണ് മതപീഡന നിരീക്ഷണ സംഘടനയായ ഓപ്പൺ ഡോഴ്സ് പറയുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി ക്രൂരമായ പീഡനങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നതെങ്കിലും ആഴമേറിയ ക്രൈസ്തവ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന എരിത്രിയൻ ക്രൈസ്തവ ജനത ലോകത്തിന് മാതൃകയാവുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.